പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഫ്ലെക്സ് സ്ഥാപിച്ചതിന് ബി.ജെ.പിക്ക് പിഴയിട്ട ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റിയ തിരുവനന്തപുരം കോർപ്പറേഷൻ റവന്യൂ ഓഫീസർ ഷൈനിയെ കൌൺസിൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് മാറ്റിയത്. ഇടത് യൂണിയൻ നേതാക്കൾക്കും സ്ഥലം മാറ്റമുണ്ട്. വിശദാംശങ്ങളുമായി ആഷിഖ് റഹ്മാനുണ്ട്. ആഷിഖ്, പിഴയിട്ട ഉദ്യോഗസ്ഥയെ തന്നെ സ്ഥലം മാറ്റിയിരിക്കുന്നു. മറ്റ് ആർക്കൊക്കെയാണ് ഈ സ്ഥലം മാറ്റം? വിവരങ്ങൾ എങ്ങനെ? അരുണ്യ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പിഴ കോർപ്പറേഷൻ ഈടാക്കിയിരുന്നത്. അത് നഗരത്തിൽ പലയിടങ്ങളിലും അനധികൃതമായി ഫ്ലെക്സ് സ്ഥാപിച്ചതിനെ തുടർന്നാണ് 20 ലക്ഷം രൂപ ഈ കോർപ്പറേഷൻ പിഴയിട്ടതും അത് പിഴ ഈടാക്കുകയും ചെയ്തു. ഇതിൽ മേയർ പറഞ്ഞത് ഇത് സ്വാഭാവിക നടപടി മാത്രമാണ്, ഇതിൽ രാഷ്ട്രീയ പ്രേരിതമൊന്നുമില്ല എന്നാണ് മേയർ ഇന്ന് പോലും വിശദീകരിച്ചത്. പക്ഷേ ഇത്തരത്തിൽ അതിന് ഈ നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥയെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഷൈനി നഗരസഭയുടെ ഓഫീസറാണ്, നഗരസഭാ റവന്യൂ ഓഫീസറാണ്. അവരെ ഇപ്പോൾ കൗൺസിൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇങ്ങനെ 5ഓളം പേർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത്. യൂണിയൻ നേതാക്കളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് കുമാറിനും മാറ്റമുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ചില ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ നടപടിയെടുത്തതിൻ്റെ പേരിൽ ഒരു പ്രതികാര നടപടി നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ മാറ്റിയിരിക്കുന്നു. എന്തായാലും ഏറ്റവും പ്രധാനം ഇത്തരത്തിലൊരു നടപടി എന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ബി.ജെ.പി ഭരിക്കുന്ന ഒരു കോർപ്പറേഷൻ നടപടി എടുക്കുമോ എന്നൊരു കാര്യമാണ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ കോർപ്പറേഷൻ തന്നെ ഇത്തരത്തിൽ പല ഒരു ചോദ്യങ്ങൾ മേയർക്കെതിരെ വന്നു. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിൽ തിരുവനന്തപുരം നഗരത്തിലെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ ഫ്ലെക്സ് ഇടുമ്പോൾ ബി.ജെ.പിയും വലിയ രീതിയിൽ പ്രധാനമന്ത്രിയുടെ പരിപാടിയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി ഇത്തരത്തിൽ പിഴ അടക്കുന്ന കാര്യമെല്ലാം മേയർ സൂചിപ്പിക്കുകയും തുടർന്ന് 20 ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്തത്. ഇതിനെ ബി.ജെ.പി സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനും ന്യായീകരിച്ചിരുന്നു. തങ്ങൾ അത്തരത്തിൽ അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ന്യായീകരിച്ചെങ്കിലും മേയർ ഇതിനെ സ്വാഭാവിക നടപടിയെന്നാണ് വിശദീകരിച്ചത്. പക്ഷേ അതിൽ കൃത്യമായ ഒരു പ്രതികാര നടപടി എന്നോണം നഗരസഭാ സെക്രട്ടറി ഇത്തരത്തിൽ നഗരസഭാ റവന്യൂ ഓഫീസറെയും അതുപോലെ തന്നെ ചില യൂണിയൻ നേതാക്കൾക്കെതിരെയും ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികാര നടപടി വന്നു എന്ന് പറയേണ്ടി വരും. അരുണ്യ, തീർച്ചയായും കൃത്യമായി അതിലെ രാഷ്ട്രീയം തന്നെ മുന്നോട്ട് വയ്ക്കുന്നതാണ് ഈ സ്ഥലം മാറ്റ നടപടി. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.